ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയിട്ടുള്ളത് രാമായണങ്ങളുടെ ഒരു പശ്ചാത്തലമായിരുന്നു. അതിൽ യോഗവാസിഷ്ടം, ഇതിൻ്റെ മൂലം എന്ന് കരുതുന്ന യോഗവാസിഷ്ടം, അതിനെയാണ് വസിഷ്ഠ രാമായണം എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടത്. അക്കാലത്ത് അത് യോഗവാസിഷ്ടമാണ്. അതുപോലെ വ്യാസരുടെ അധ്യാത്മരാമായണവും തുളസീദാസിൻ്റെ രാമചരിതമാനസം, കമ്പരുടെ കമ്പരാമായണം, ഇങ്ങനെ അനേക രാമായണങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് അറിയേണ്ടതാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആമുഖമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിലെ വിഷയത്തെക്കുറിച്ച് നമ്മൾ വിട്ടുപോകരുത്. ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ള രാമായണത്തിൽ അവതരിപ്പിച്ച വിഷയത്തെയും ജീവൻ, അതുപോലെ ഈശ്വരൻ, പ്രകൃതി, ഇത് മൂന്നുമാണ്. പിന്നെ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള പഞ്ചമഹാഭൂതങ്ങൾ, മനസ്സ്, ബുദ്ധി, പിന്നെ മാനുഷികമായിട്ടുള്ള ഭാവങ്ങളിലേക്ക് വരുന്ന സമയത്ത് മാനുഷികമായിട്ടുള്ള ധർമ്മങ്ങൾ. അത് ഈ മാനുഷിക ധർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ 2 രാമായണങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം, ഇപ്പോൾ വാത്മീകി രാമായണം നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുക, ഈശ്വരൻ മനുഷ്യനായിട്ട് അവതരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈശ്വരന് മനുഷ്യനായിട്ട് അത് തരം താഴ്ത്തലെന്നോ, കാരണം ഒരു ശാപത്തെക്കുറിച്ച് പറയുന്നുണ്ട് രാമൻ, അതുകൊണ്ടാണ് ഇങ്ങനെ അവതരിക്കേണ്ടി വരുന്നത്. നമുക്ക് ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കാം. അപ്പൊ ഒന്ന്, ഈശ്വരനെ മനുഷ്യനായിട്ട് അവതരിപ്പിക്കുന്നു. എന്നാൽ അധ്യാത്മരാമായണം വ്യാസര് കൈകാര്യം ചെയ്യുന്നത് മനുഷ്യനെ ഈശ്വരനായിട്ട് ഉയർത്തിക്കൊണ്ടാണ്. 2 രീതിയിലാണ് ഈ 2 ആചാര്യന്മാർ രാമായണത്തെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് രണ്ടും കേമമാണ്. ആചാര്യന്മാര് പൂർവന്മാരായിരുന്നത് ഈ അധ്യാത്മരാമായണം ഗംഗയാണ്. വ്യാസര് തന്നെ അധ്യാത്മരാമായണത്തെ ഗംഗ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാത്മീകി രാമായണം സമുദ്രമാണ് എന്നാണ്. അപ്പൊ ഈ ഗംഗയാകുന്ന നദി സമുദ്രത്തിലേക്കാണ് ചെന്ന് ചേരുന്നത്. അല്ലെങ്കിൽ ഗംഗ മറ്റൊരർത്ഥത്തിൽ ഉദയം കൊണ്ടത് സമുദ്രത്തിൽ നിന്നാണ്. അപ്പൊ സമുദ്രത്തിന്റെ ആകാരമാണ് വാത്മീകി രാമായണത്തിനുള്ളത്. എന്താ ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? ഒരാളുടെ മുന്നിൽ ഒരു ചോദ്യം വരിക, എന്താ ഈ വാത്മീകി രാമായണവും അധ്യാത്മരാമായണം, വ്യാസകൃതമായിട്ടുള്ള അധ്യാത്മരാമായണവും തമ്മിലുള്ള വ്യത്യാസം? അതിലെ പ്രധാന വ്യത്യാസം, വാത്മീകി രാമായണം, ഇത് 2 സംസ്കൃതത്തിലാണല്ലോ. ഈ വാത്മീകി രാമായണം ലളിതമാണ്. വളരെ ലളിതമായിട്ടുള്ളൊരു സംസ്കൃത പദങ്ങളെയാണ് വാത്മീകി ഉപയോഗിച്ചിട്ടുള്ളത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്ന്, അതിൽ വർണ്ണനകൾ, പ്രകൃതിയൊക്കെ ഒരു എന്താ പറയുക, നമ്മൾ പറയാം ഒരു രക്ഷയില്ലാത്ത വർണ്ണനകളാണ്. വർണ്ണനകളുടെ ഗാംഭീര്യം കൊണ്ട്, വർണ്ണനകളുടെ സമ്പന്നത കൊണ്ട് വാത്മീകി രാമായണം തികച്ചും വേറിട്ട് നിൽക്കുന്നതാണ് എല്ലാ രാമായണങ്ങളിൽ നിന്നും. അധ്യാത്മരാമായണം പേര് സൂചിപ്പിക്കുന്നത് പോലെയാണ്. അത് അധ്യാത്മമാണ്. അതിലെ വിഷയം ഈ
തത്വചിന്തയാണ് അധ്യാത്മ രാമായണത്തിന് വ്യാസർ ഈ രാമായണത്തിലൂടെ ഊന്നൽ നൽകിയത്. തത്വചിന്തയെ വളരെ മനോഹരമായിട്ട് പ്രകടമാക്കുന്നത്, വളരെ നന്നായിട്ട് തന്നെ. അത് എല്ലാ സന്ദർഭങ്ങളും നമുക്ക് അതുകൊണ്ട് തത്വചിന്ത ഏറെ കടപ്പെട്ടിരിക്കുന്നത് അധ്യാത്മ രാമായണത്തിലാണ്, വ്യാസരുടെ ഈ ഒരു കൃതിയിലാണ്. അപ്പൊ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഈ വാത്മീകി പറഞ്ഞ രാമായണത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും വ്യാസർ പറഞ്ഞിട്ടുണ്ടോ അധ്യാത്മ രാമായണത്തിലൂടെ? ഇല്ല, അധ്യാത്മ രാമായണത്തിൽ മുഴുവൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ചമ്പൂകനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ പല കഥകളുമുണ്ട്, പല ഉപകഥകളുണ്ട്. അങ്ങനെയുള്ള പിന്നെ ഈ പറഞ്ഞ പ്രകൃതി വർണ്ണനകൾ, ഒരുപാട് പ്രകൃതി വർണ്ണനകളുണ്ട്. ആ വർണ്ണനകളൊന്നും അധ്യാത്മ രാമായണത്തിൽ അത്ര കണ്ടു വരുന്നില്ല. അതിന് വ്യാസർ അധികം ഊന്നൽ നൽകിയിട്ടില്ല. എന്നാൽ ഗോസ്വാമി തുളസീദാസിന്റെ രാമായണത്തിൽ ഈ വർണ്ണനകൾക്കൊക്കെ വലിയ സാധ്യതയുണ്ട്. ഇപ്പോൾ അതിൽ വരുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു സന്ദർഭത്തെ എടുത്തിട്ടാണല്ലോ കവികൾ പറയുന്ന ഒന്ന്. അതായത് ഈ പല വിധത്തിൽ പറയാറുണ്ട്. രാവണന്റെ കോട്ടയിലേക്ക് എത്തിയിട്ടുള്ള ഹനുമാൻ അവിടെ ഈ ലങ്കയൊക്കെ അടിച്ചു പൊട്ടിച്ച് അങ്ങനെ ആള് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട്, അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത് രാമായണം പറയുമ്പോൾ അവിടെ നിറയെ വെളുത്ത പൂക്കളെ കൊണ്ട് അവിടുത്തെ ഉദ്യാനം വളരെ സമ്പന്നമായിരുന്നു. ആ ഉദ്യാനത്തെയൊക്കെയാണ് ഹനുമാൻ തകർത്തത് എന്ന് പറയും. അപ്പൊ ഈ രാമായണ വായന ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ഹനുമാൻ അവിടെ എത്തുമെന്നാണ്. അപ്പൊ ഹനുമാന് ഇഷ്ടപ്പെട്ടില്ല അത്. അപ്പൊ ഹനുമാൻ തിരുത്തി എന്നാണ്, ഇല്ല അവിടെ വെളുത്തതൊന്നുമില്ല, അവിടെ എല്ലാം ചുവന്നതായിരുന്നു എന്ന് പറയും. അല്ല, അങ്ങനെയല്ലല്ലോ, ഇതിൽ എഴുതിയിരിക്കുന്നത് ശ്വേതവർണ്ണങ്ങൾ എന്നാണ്. അപ്പോ അതൊരു തർക്കമായി എന്നാണ്. അവസാനം രാമൻ തന്നെ ഇടപെടുന്ന, രാമൻ ഇടപെട്ടിട്ട് പറയും രണ്ടും ശരിയാണ്, കവി എഴുതിയതും ശരിയാണ്, ഹനുമാൻ കണ്ടതും ശരിയാണ്. ഹനുമാന്റെ കാഴ്ചയിൽ ഹനുമാന് ദേഷ്യം കൊണ്ട് കണ്ണുകളൊക്കെ ചുവന്ന് കലങ്ങിയിരുന്നു. അതുകൊണ്ട് ഹനുമാൻ അത് കണ്ടതൊക്കെ ചുവപ്പായിട്ടാണ്, കവി കണ്ടത് സത്വഗുണത്തെ അദ്ദേഹം കാണുന്നതൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് കവി കണ്ടതും ശരിയാണ്, ഹനുമാൻ കണ്ടതും ശരിയാണ് എന്ന് പറഞ്ഞ് ആ ഒരു സംവാദത്തെ കോംപ്രമൈസ് ചെയ്യുന്നു എന്ന് ആചാര്യന്മാർ പറയുന്ന കഥയുണ്ട്. ഇതിൽ ഉപകഥകളൊക്കെ വരുമ്പോൾ വരുന്നതാണത്. പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ വാത്മീകി രാമായണം വർണ്ണനകൾ, മഹത്തരമായ വർണ്ണനകൾ നടക്കുന്നു. അതേസമയം കൂടുതൽ തത്വചിന്ത അധ്യാത്മരാമായണം നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് വളരെ വളരെ പ്രധാനമാണ്. പിന്നെ വാത്മീകി ഉപയോഗിച്ചിട്ടുള്ള തത്വചിന്തയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള, അപ്പൊ തത്വചിന്ത വാത്മീകി ഉപയോഗിച്ചിട്ടില്ല എന്നാണോ? അല്ല, വാത്മീകി അത് വാത്മീകിയുടെ ഇതിൽ നമുക്കത് നമ്മൾ തന്നെ പോയിട്ട് ആ കുരുക്ക് അഴിക്കണം. വ്യാസരത് അഴിക്കാനുള്ള നല്ല നല്ല മാർഗങ്ങൾ കൃത്യമായിട്ട് വലിയ സങ്കീർണതകൾ കൂടാതെ വളരെ മനോഹരമായിട്ട് പ്രകടമാക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ വളരെ എന്താ പറയുക പ്രത്യേകത, അധ്യാത്മരാമായണത്തിൻ്റെ പ്രത്യേകത. എന്നാൽ വാത്മീകി രാമായണത്തിൽ അതങ്ങനെ പ്രകടമല്ല, അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുക തന്നെയാണ്. അത് ഈ രചനയിൽ
വാത്മീകി അത് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ എവിടെയൊക്കെയാണോ നമുക്ക് മാനുഷികമായ ധർമ്മങ്ങളെ അനുവർത്തിക്കുന്നിടത്ത് പൊരുത്തക്കേടുകൾ കാണുന്ന ഒരു അധാർമികതയ്ക്ക് ഊന്നൽ നൽകിയോ എന്ന് കാണുന്ന സന്ദർഭങ്ങളൊക്കെ ഈ കഥകളിൽ വരുന്നുണ്ട്. അപ്പൊ അവിടെ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇതാണ് സാധാരണ രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുക, ശ്രോതാവിൽ ഈ ജിജ്ഞാസയെ ഉണർത്തുക എന്നതാണ് ഗ്രന്ഥകാരന്റെ താല്പര്യം. ചമ്പൂകവധമൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ശ്രോതാവിന് ഇതെന്തൊരു ധർമ്മമാണ്, ഇത് രാമൻ ചെയ്തത് ശരിയല്ലല്ലോ, ഇങ്ങനെയുള്ള ഒരു ധാർമ്മികമായ ചിന്ത അവിടേക്ക് കടന്നു വരും. അങ്ങനെ ധാർമ്മികമായ ചിന്ത കടന്നു വരുമ്പോൾ ഏതിനെയാണ് സ്വീകരിക്കേണ്ടത്, ഏതിനെയാണ് നിരാകരിക്കേണ്ടത്, ഇതാണ് ശ്രോതാവിൻ്റെ മുന്നിലെ പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ അവിടെ ആചാര്യൻ, വാത്മീകിയെ പോലുള്ള ധർമാചാര്യന്മാർ നൽകുന്ന മറുപടി അവിടെ ഈ വ്യാവഹാരിക മൂല്യത്തെ പുറന്തള്ളി അതിൻ്റെ ആധ്യാത്മിക മൂല്യത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അവിടെ തള്ളേണ്ടത് ഈ വ്യാവഹാരികമായിട്ടുള്ള മൂല്യമാണ്. എന്നിട്ടോ ശാശ്വതമായതിനെ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ശാശ്വതമായ മൂല്യത്തെ സ്വീകരിക്കേണ്ടുന്ന സന്ദർഭങ്ങളെ ഒക്കെ ഓർമ്മിപ്പിക്കുന്നിടത്താണ് ഇത്തരം ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന കഥകളൊക്കെ വരുന്നത്. അത് ബാലി വധം, ചമ്പൂകവധം, ഇങ്ങനെയുള്ള അന്യായങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇതിനെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടല്ല കാണേണ്ടത് എന്ന് വ്യക്തമായ സൂചന വാത്മീകിയും നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ തുടക്കം മുതൽ അങ്ങനെയാണ് അതിൻ്റെ ഘടന വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തത്വചിന്തയെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നതിൽ ആരംഭം കുറിച്ചതെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും, കാരണം വേദങ്ങളിൽ അങ്ങനെയുണ്ട് പരാമർശം, അങ്ങനെ വേദങ്ങളിൽ കഥ പറഞ്ഞുകൊണ്ട് തത്വത്തെ പറയുന്നുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ അതിനെ വളരെ വലിയൊരു ക്യാൻവാസിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് വാത്മീകി തന്നെയാണ്. അതിന് വാത്മീകി ഉപയോഗിച്ചിട്ടുള്ള, നമ്മൾ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പം ഒരു പ്രൊഡ്യൂസർ, ഒരു ഡയറക്ടർ, അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആളുകൾ, ഇവരെയൊക്കെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ്, സിനിമാ പ്രോജക്റ്റുമായിട്ട് ചെല്ലുമ്പം അവരോട് പറയുന്ന ഈ കഥയുടെ ഒരു സാരാംശമുണ്ട്. നമ്മളതിന് വൺ ലൈൻ എന്നൊക്കെ പറയും. അത് വിസ്തരിച്ച് പറയില്ല. അങ്ങനെ ഒരു വൺ ലൈൻ ആണത്. അപ്പം അത് അവർക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ ബാക്കി എന്തൊക്കെ ഉണ്ട്, എന്തിനൊക്കെ സാധ്യതയുണ്ട് എന്ന് അവർക്കറിയാം. ഈ വൺ ലൈൻ കേട്ടാൽ അറിയാം ഇതിൻ്റെ സ്ഥിതി എന്താണ്, ആകെ മൊത്തം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നറിയാൻ സാധിക്കും. അതുപോലെ അതിന് ഇവര് തന്നെ ഇവരുടെ ഭാഷയെ പറഞ്ഞ ത്രെഡ് എന്ന് പറയാറുണ്ട്. ആ ത്രെഡ് വാത്മീകി കണ്ടെത്തുന്നത് ഉപനിഷത്തിൽ നിന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഓർമ്മിപ്പിച്ചിട്ടുള്ള. പക്ഷെ ഇത് നമുക്ക് നല്ല എപ്പോഴും ഇത് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. എന്നിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന യുദ്ധത്തിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഇതിലൂടെ വായിച്ചാൽ മാത്രമേ രാമായണം നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെ, നമ്മൾ കുറെ കാലമായി രാമായണം വായിക്കാൻ തുടങ്ങിയിട്ട് പലരും ഇപ്പോഴും പൊരിഞ്ഞ പാരായണം നടക്കുകയാണ്. മത്സരിച്ചിട്ടൊക്കെ പാരായണം നടക്കുന്നുണ്ട് പലയിടത്തും. അതിൽ മലയാളം ശുദ്ധാവും, അത് നല്ലതാണ്, അതിന് സഹായകമാണ്. അപ്പോൾ
അതെന്താണ്? അത് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള ദ്വാസുപർണ സയുജ സഖായ സമാനം വൃക്ഷ പരിഷസ്വജാതേ എന്ന് പറയുന്ന രണ്ട് കിളികൾ ഒരു കൊമ്പിലിരുന്ന് ഒരു കിളി, കാമമോഹിതയായിട്ടുള്ള ഒരു കിളി ഭക്ഷണം കഴിക്കുന്നതും പലതും കൊത്തി തിന്നുന്നതും, എന്നാൽ മറ്റേ കിളിയോ അടങ്ങി ഒതുങ്ങിയിരുന്ന് ഇതെന്താണ് ഈ കിളി കാണിക്കുന്നത് എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കിളി. അപ്പോ ഇത് എവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ആ റെഫറൻസ് ഒന്ന് സ്വാമി പറയണം എന്നൊരാൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു. ഈ ദ്വാസുപർണ എന്നുള്ളത് ദ്വാസുപർണ സയുജ സഖായ സമാനം വൃക്ഷ പരിഷസ്വജാതേ തയോരന്യ പിപ്പലം സ്വാദത്തി അനശ്നൻ അന്യ അഭിജാകശീതി എന്ന് പറയുന്നത് മുണ്ടകോപനിഷത്തിലാണ്. മുണ്ടകോപനിഷത്തില് 3-ാം മുണ്ടകത്തില് 1-ാം ഖണ്ഡത്തില് 1-ാമത്തെ മന്ത്രം തന്നെയാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. മുണ്ടകോപനിഷത്ത് വീട്ടിലുള്ളവർക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഈ ആശയം മുണ്ടകോപനിഷത്തിൽ മാത്രമാണോ പറഞ്ഞിട്ടുള്ളത്? ഈ മുണ്ടകോപനിഷത്തിലെ ഈ ആശയത്തെ മറ്റാരൊക്കെ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? വ്യാസരിത് ഉപയോഗിക്കുന്നുണ്ട്. വ്യാസര് ശ്രീമദ് ഭാഗവതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ തത്വചിന്തയെ അനാവരണം ചെയ്യുന്നിടത്ത് ആരാണ് കൃഷ്ണൻ എന്ന് പറയാൻ? ഇതിൻ്റെ മൊത്തത്തിൽ ഈ പ്രപഞ്ചത്തെ തന്നെ കൃഷ്ണനിലൂടെ ഒരു വൃക്ഷമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് കൃഷ്ണാവതാരത്തിൽ പറയുന്ന, കൃഷ്ണാവതാരം വരുന്നത് ദശമസ്കന്ധത്തിൽ പൂർവാർദ്ധത്തിലാണല്ലോ. 2-ാം അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവതം, ദേവി ഭാഗവതം അല്ല, ശ്രീമദ് ഭാഗവതം മൂല നോക്കിയാൽ അതിൽ ഈ 27-ാമത്തെ ശ്ലോകത്തിൽ അത് കാണാം. എന്താണ്? ഏകായനോ അസോ ദ്വിബല സ്ത്രീമൂല ചതുരസ പഞ്ചവിധ ഷഡാത്മ സപ്തത്വ കഷ്ട വിടബോ നവാക്ഷോ ദശച്ഛതി ദ്വികോ ഹ്യാദിവൃക്ഷ എന്ന് പറയുന്ന ഒരു വിവരണം. അത് പ്രകടമൊന്നും പറയില്ല, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് രഹസ്യങ്ങൾ. ഒരു ആശ്രയമുള്ള ഏകായനം, അതുപോലെ 2 ഫലങ്ങൾ, 3 വേരുകൾ, 4 രസങ്ങൾ, 5 വിധത്തിലുള്ള 6 പ്രകാരത്തിൽ 7 തൊലികൾ, 8 കൊമ്പുകൾ, 9 ദ്വാരങ്ങൾ, 10 ഇലകൾ, 2 പക്ഷികൾ ഉള്ള ഒരു ആദിവൃക്ഷമാകുന്നു അങ്ങ് എന്ന് പറയുകയാണ്. അപ്പൊ ഇതൊക്കെ ഈ കഥ പറയുന്നതിൽ തത്വചിന്തയെ അവതരിപ്പിക്കുന്ന, തികച്ചും ഇത് മനനം ചെയ്യുന്ന ആളുകൾക്കുള്ള കൃത്യമായ സൂചനയാണ്. ഇങ്ങനെ പല കളികൾ തന്നെ ഉണ്ട്. കുട്ടികളുടെ ഇടയിലുള്ള ട്രഷർ ഹണ്ടിങ് എന്ന് പറയുന്ന ഒരു കളിയുണ്ട്. അതുപോലെ ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളവർക്കറിയാം, ഒരുപാട് കളികളുണ്ട്. അവര് ഒരു സ്ഥലത്ത് നിന്ന് ഒത്തുകൂടി, ഒരു സ്ഥലത്ത് നിന്ന് അവര് പിന്നെ എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടാവും. അത് കിലോമീറ്റർ കണക്കിന് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഇടത്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിനൊക്കെയുള്ള ചില സൂചനകൾ അവർ ചോക്കിൽ ഇങ്ങനെ ചില ടെലിഫോൺ പോസ്റ്റിൽ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക് പോസ്റ്റിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ അത് വെച്ചിട്ടുണ്ടാവും. വെക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇത് മറ്റുള്ളവർക്ക് നോക്കിയാൽ മനസ്സിലാവില്ല, പക്ഷെ ഇവർക്കുള്ള കോഡാണ്. ഇത് ഏത് ഡയറക്ഷനിലേക്കാണ് പോയത്, ഇവിടുന്ന് എത്ര
ദൂരം പോയാലായിരിക്കും ഇത് കിട്ടുക, ഏത് പരിസരത്താണ്. അപ്പൊ ഇത് അറിയുന്നവർക്ക് അറിയും, അല്ലാതെ അതിലെ നടന്നു പോകുന്ന ഒരാൾ ഈ ഒരു ചോക്കൊണ്ട് എഴുതി വെച്ചിട്ടുള്ള ഈ ചെറുത് കണ്ട അയാൾക്കൊന്നും മനസ്സിലാവില്ല. എന്നതുപോലെയാണ് ഈ ഒരാശ്രയത്തിൽ ഈ പറഞ്ഞ രണ്ട് ഫലങ്ങൾ, രണ്ട് പഴമേ ഈ വൃക്ഷത്തിലുള്ളൂ. അതുപോലെ തന്നെ 3 വേരുകളേ ഉള്ളൂ, അനേക വേരുകളൊന്നുമില്ല. അപ്പൊ എന്താണ് ഈ വേര്, എന്താണ് ഈ 2 ഫലങ്ങൾ? ഇതെല്ലാം ഇപ്പൊ ബ്രഹ്മം തന്നെയാണ് ഇതിൻ്റെ ആശ്രയമായിട്ടുള്ള, ബ്രഹ്മാശ്രയത്തെയാണ് ഏകം ഒരേ എന്ന് പറയുന്നത്. 2 ഫലങ്ങൾ വിപരീതങ്ങളാണ്, നമ്മുടെ ജീവിത അനുഭവങ്ങളാണ്. അതിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, മാനമുണ്ട്, അവമാനമുണ്ട്. ഇങ്ങനെ വിപരീതങ്ങളെ, ദ്വന്ദ്ങ്ങളെയാണ് ഫലങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് നമുക്ക് കർമ്മഫലം എന്ന് പറയുന്നത് അതാണ്. ഫലം എന്ന് പറഞ്ഞാൽ പഴം എന്നുള്ളതും നമ്മൾ അനുഭവിക്കാൻ യോഗ്യമായിട്ടുള്ളതാണ്. അതായത് പുളിയുള്ളതും മധുരമുള്ളതും ചവർപ്പുള്ളതും ഒക്കെ പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള ഈ ഫലമൂലാദികളുടെ രുചി അതുപോലെ തന്നെയാണ് നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങളുടെയും രുചി അങ്ങനെയാണ്. ചിലത് വളരെ കയ്പായിരിക്കും. ഇപ്പൊ പാവയ്ക്കയുടെയൊക്കെ കയ്പ് കുറച്ച് ചിലർക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. എന്നാൽ മറ്റു പലതിനും നല്ല സ്വാദായിരിക്കും. ഫലങ്ങളും ഇങ്ങനെയാണ്. കർമ്മത്തിന്റെ ഫലങ്ങൾ നമ്മുടെ ബാഹ്യലോകത്ത് കാണുന്ന ഈ പഴവർഗ്ഗങ്ങളെ പോലെ തന്നെ അതും ഫലങ്ങൾ തന്നെയാണ്. അപ്പൊ ഇവിടെ രണ്ട് ഫലങ്ങളാണ്, അത് അനുകൂലങ്ങളും പ്രതികൂലങ്ങളുമാണ്. അപ്പൊ ഈ ഫലങ്ങൾ തരാനുള്ള ഈ വൃക്ഷത്തിന്റെ വേരുകൾ 3 എണ്ണമാണ്. അത് സത്വം, രജസ്, തമസ്. ഈ 3 ഗുണങ്ങളെ കൊണ്ടാണ് നമ്മളെ നിർമ്മിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ സ്വഭാവവും ഒക്കെ രൂപപ്പെട്ടിട്ടുള്ളത് ഈ 3-ൽ നിന്നാണ്. അത് ഓരോരുത്തരെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. ഇങ്ങനെ വിസ്തരിച്ച് ഈ ഇതൊക്കെ ഇപ്പം ചൊല്ലിയതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ശ്രീമദ് ഭാഗവതം തത്വചിന്ത എന്ന് പറഞ്ഞിട്ട് വിസ്തരിക്കുന്നുണ്ട്. ആ സമയത്ത് അതിൽ ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളത് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ വിസ്തരിച്ച് തന്നെ കേൾക്കാം. പറഞ്ഞു വന്നത്, ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒരാചാര്യൻ ഉപയോഗിച്ചിട്ടുള്ളതല്ല. വാത്മീകിയും അതുപോലെ തന്നെ വ്യാസരും മറ്റുള്ള ആചാര്യന്മാർക്ക് ഹൃദ്യമെന്ന് തോന്നുന്നതിൽ അതിൽ ഊന്നൽ നൽകി അവരതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പം ഇതിൻ്റെ മൂലം എന്ന് പറയുന്നത് ഉപനിഷത്താണ്. ഉപനിഷത്തിൻ്റെ ധർമ്മത്തെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയിൽ ഈ പറഞ്ഞ അവരുടെ ബുദ്ധി ഒരു എന്താ പറയുക, നമ്മൾ ഇതിന് മോഡേൺ ഇതിൽ ബ്രെയിൻ ജിം എന്ന് പറയും. ഇങ്ങനെയുള്ള കളികളൊക്കെ ബ്രെയിൻ ജിമ്മുകളുണ്ട്. ബ്രെയിൻ ജിമ്മാണത്. മനോബുദ്ധികൾക്കുള്ളൊരു എക്സസൈസും കൂടിയാണ്, അത് ആവശ്യവുമാണ്. ആ രീതിയിലാണ് രാമായണത്തെയും മഹാഭാരതത്തെയും ഒക്കെ നമ്മൾ സമീപിക്കുന്നതെങ്കിൽ വളരെ മനോഹരമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ ഇന്ന് സമീപിക്കുന്നത് അങ്ങനെയല്ല. നമ്മുടെ സമീപനത്തിൽ കൂടുതൽ പേരുടെയും സമീപനം എന്താന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് രാമായണം വായിക്കണം, ഹിന്ദു വീടാണിത്, അതുകൊണ്ട് രാമായണം വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അപ്പോൾ വിളക്കും കത്തിച്ച് വെച്ച് രാമായണം വായിക്കുക, പറ്റുമെങ്കിൽ അടുത്ത വീട്ടുകാരന് ചെവിക്ക് സ്വൈര്യക്കേട് ഉണ്ടാക്കുന്ന വിധത്തിൽ വായിച്ചാൽ അത്രയും നല്ലത്. ഒരാളെ രാമായണ പാരായണത്തിൻ്റെ പേരിൽ എത്ര പേരെ വെറുപ്പിക്കാൻ പറ്റുമോ അത്രയും നല്ലത് എന്ന മട്ടിലാണ് ഈ വായന പലരും ഏറ്റെടുത്തിട്ടുള്ളത്. എന്നാൽ എന്താണോ
ഈ കൃതിയിൽ പറയപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തു പറയാനാണ് വ്യാസരും വാത്മീകിയും ഒക്കെ ശ്രമിച്ചിട്ടുള്ളത്, അതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ രാമായണം, പേര് രാമസ്യായനം എന്നാണ്. രാമന്റെ സഞ്ചാരം ഒന്ന്. രാമസ്യ എന്ന് പറയുമ്പോൾ ഷഷ്ടിയാണ്, ഷഷ്ടി ഏകവചനം, അതിൻ്റെ ആ ശബ്ദം എടുത്താലും ഷഷ്ടിക്ക് ക ന്റെ അതായത് ലേക്ക്, ഇങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്. അതില് രാമന്റെ സഞ്ചാരം എന്നുള്ള ഒന്നും, അത് ബാഹ്യമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത്, അതേസമയം രാമനിലേക്കുള്ള സഞ്ചാരം. അപ്പൊ ആരാണ് രാമൻ എന്ന് സീത തന്നെ ഇതില് ആമുഖമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മളത് മനസ്സിലാക്കി. ബോധത്തെയാണ് രാമൻ എന്ന് പറയുന്നത്. സർവേഷു ഭൂതേഷു രമന്തേ ഇതി രാമ. സർവഭൂതങ്ങളെയും രമിപ്പിക്കുന്നത്, സർവഭൂതങ്ങളായി നിലകൊള്ളുന്നത്, സർവഭൂതങ്ങളുടെയും കേന്ദ്രമായിട്ടുള്ളത് ഏതോ അതാണ് രാമൻ. അപ്പൊ ആ രാമനെ ഞാൻ അന്വേഷിക്കുകയാണ്. എന്നിലെ രാമനെ അന്വേഷിക്കുന്ന ഏർപ്പാടാണ്. അതിനെയാണ് ഈ ആത്മാന്വേഷണം. ആ രാമനെയാണ് ആത്മാരാമൻ എന്ന് പറയുന്നത്. നമ്മൾ പാട്ടൊക്കെ പാടും, ആത്മാരാമ ആനന്ദരമണ എന്നൊക്കെ. ആരാണ് ഈ ആത്മാരാമൻ? നമ്മുടെ ഓരോരുത്തരുടെയും ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറഞ്ഞ ഹൃദ്ദേശേ തിഷ്ഠതി അർജുന, ഞാൻ ഇവിടെ ഓരോന്നിൻ്റെയും ഹൃദയമായി, കേന്ദ്രമായി വർത്തിക്കുന്നു. അപ്പൊ എന്നിലേക്കുള്ള എൻ്റെ യാത്രയാണ് രാമായണം. അങ്ങനെ എന്നിലേക്കുള്ള എൻ്റെ യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്നത്, എൻ്റെ ഈ യാത്രയ്ക്ക് ഭംഗം ഉണ്ടാക്കുന്നത് ആരൊക്കെയാണ്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ യാത്രയ്ക്ക്, എൻ്റെ യാത്രയ്ക്ക് വിഘ്നം വരുത്തുന്നത് പോക്കാണിത്. ആന്തരിക ലോകത്തിലേക്കുള്ള പ്രവേശനമാണ്. ആന്തരിക ലോകത്തിന്റെ ആരണ്യകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വേദത്തിൽ അതാണ്. അപ്പൊ ഈ കാട്ടിലേക്ക് പ്രവേശിക്കുന്നത് ബാഹ്യമായ കാട് നമ്മുടെ ആന്തരികമായ ലോകത്തിൻ്റെ ഒരു സിമ്പലാണ്. അത് നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ബാഹ്യമായ കാട് ഏതൊക്കെ വിധത്തിലുള്ള ഭീകരാന്തരീക്ഷം നിറഞ്ഞതാണോ അതുപോലെയുള്ള ഭീകരാന്തരീക്ഷമാണ് ഏതൊക്കെ വിധത്തിലുള്ള ഹിംസ്ര ജന്തുക്കൾ കാട്ടിലുണ്ടോ അതുപോലെ തന്നെ പല വിധത്തിലുള്ള സുന്ദരങ്ങളായിട്ടുള്ള കാഴ്ചകൾ, തണ്ണീർത്തടങ്ങൾ, ഉറവകൾ, ഫലമൂലാദികൾ, ഇതെല്ലാം ഉണ്ട് കാട്ടിൽ. ആശ്വാസമുള്ളതും ഉണ്ട്, അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്നതും കാടിൻ്റെ സ്വഭാവമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ആന്തരികമായ ലോകത്തിലേക്ക്, നമ്മുടെ കാട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ഭയപ്പെടുത്തുന്നത് ഹിംസ്ര ജന്തുക്കളുണ്ട്, അതുപോലെ സാന്ത്വനിപ്പിക്കുന്ന ആനന്ദദായകങ്ങളായിട്ടുള്ള പലതും ഉണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പ്രക്രിയ ഈ രാമായണത്തിൽ അതിസുന്ദരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ രാമായണം ഒരു കണ്ണാടിയാണ്. മഹാത്മജി രാമായണത്തെ കാണുന്നതും അങ്ങനെയാണ്. എനിക്ക് എന്നെ നോക്കാനുള്ള, എൻ്റെ കർമ്മങ്ങളുടെ ശുദ്ധിയെ നോക്കാനുള്ള
അതുകൊണ്ടാണ് അദ്ദേഹം രാമരാജ്യം എന്നുള്ള ഒരു സങ്കല്പം നമുക്ക് മുന്നിലേക്ക് വെച്ചത്. രാമരാജ്യം എന്നുള്ള ഗാന്ധിജിയുടെ സങ്കല്പത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്ര നിർമ്മാണമൊന്നുമല്ല. രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും, അതിൽ ഗാന്ധിജി അതൊക്കെ കൃത്യമായി ആ സങ്കല്പത്തെ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ആ പേര് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, രാമരാജ്യം എന്നുള്ളത്. ആ പേരിലാണ് നമ്മൾ കയറി പിടിച്ചിരിക്കുന്നത്. അതാ പ്രശ്നം. ഒരു കൂട്ടർ കാര്യങ്ങൾ അറിയാതെ പേരിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അതിവിടെ ഒരു വിഷയമല്ല, മുഖ്യമായ വിഷയമല്ല. നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മളെ നോക്കാനുള്ള നല്ലൊരു കണ്ണാടിയാണ് രാമായണം. അത് ഏത് രാമായണം എടുത്താലും, വാത്മീകിയുടേത് എടുത്താലും വ്യാസരുടേത് എടുത്താലും, വ്യാസരുടേതിൽ കുറേയും കൂടെ അത് വ്യക്തമായിട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ 1-ാം അധ്യായത്തിൽ നമ്മൾ അധ്യാത്മ രാമായണത്തിൽ, അതെ ഇതുപോലെ തന്നെ വാത്മീകി രാമായണത്തിലും നമുക്ക് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെ നമ്മൾ അവതരിപ്പിക്കും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ശ്ലോകവും അധ്യായവും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ ഇന്നലെ സൂചിപ്പിച്ചു, അധ്യാത്മ രാമായണത്തിൽ സീതാദേവി ഞാൻ ആരാണ്, ഞാൻ ആരാണ്, രാമൻ ആരാണ്, ഞാനും രാമനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും. അതാണ് ഇതിന്റെ സൗന്ദര്യം. അപ്പൊ സീതയുടെ വാക്കിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ, രാമം വിദ്ധി പരം ബ്രഹ്മ സച്ചിദാനന്ദമദ്വയം സർവോപാധി വിനിർമുക്തം സത്താമാത്രം അഗോചരം ആനന്ദം നിർമ്മലം ശാന്തം നിർവികാരം നിരഞ്ജനം സർവവ്യാപിനമാത്മാനം സ്വപ്രകാശമകൽമഷം. ഇതൊക്കെ രാമനെ കുറിച്ച് പറഞ്ഞ സംക്ഷിപ്തമായിട്ട് രാമൻ ആരെന്ന് അധ്യാത്മരാമായണ ആരംഭത്തിൽ വാത്മീകി പറയുന്നു. ഇത് ഈ അധ്യാത്മരാമായണം ആരോട് പറയുന്നതാണ്? കൈലാസത്തിൽ ഇരുന്ന് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതാണ്. അങ്ങനെയാണ് ഇതിന്റെ ഘടന. അതിലെ ആദ്യത്തെ ശ്ലോകം തന്നെ വരുന്നത് അങ്ങനെയാണ്. എന്തിനായിക്കൊണ്ട് രാമൻ അവതരിക്കുന്നു? പൃഥ്വി ഭാരവരണായ ദിവിജൈഹി സംപ്രാർത്ഥിതശ്ചിന്മയ സംജാത പൃഥ്വീതലേ രവികുലേ മായാമാനുഷോ അവ്യയ നിശ്ചക്രം ഹത രാക്ഷസ പുനരഗാത് ബ്രഹ്മത്വമാദ്യം സ്ഥിരാം കീർത്തിം പാപഹരാം വിധായ ജഗതാം തം ജാനകീം ഈശം ഭജേ. പറയണത് എന്താണ് ഇവിടെ? ദിവിജൈഹി പൃഥ്വീഭര വാരണായ, ഇതിലെ പ്രഥമ ശ്ലോകമാണ്. അതായത് ദേവന്മാര് ഭൂമിയുടെ ഭാരം കുറയ്ക്കണം, ഭൂമിക്ക് ഭാരം താങ്ങാൻ വയ്യ. ഈ പ്രയോഗത്തിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ പറയും, എനിക്ക് ഭാരം താങ്ങാൻ വയ്യ, ഒന്ന് നീ അങ്ങോട്ടേക്ക് ഒന്ന് എടുക്കുമോ, ഈ കുട്ടിയെ ഒന്ന് കുറച്ച് നേരം ഒന്ന് എടുക്കൂ, എനിക്ക്
വയ്യ എന്ന് പറഞ്ഞ് കുട്ടിയെ കൈമാറ്റം ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നു, ഭാരം സഹിക്ക വയ്യ എന്ന് പറയുമ്പോൾ. അപ്പൊ അതേപോലെ നമ്മളിത് കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഭൂമിക്ക് ഇങ്ങനെ ഭാരം കൂടിയിരിക്കുകയാണ്, ഓവർലോഡാണ്. അപ്പൊ ഭൂമിക്ക് മര്യാദയ്ക്ക് കറങ്ങാനൊന്നും പറ്റില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? അല്ലാത്തൊരു ഭാരം നമ്മൾ പറയാറുണ്ടല്ലോ, കുടുംബ ഭാരം. പലതും നമ്മുടെ തലയിൽ ഏറ്റിവെച്ച് ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ഒരുപാട് ഭാരം ചുമക്കുന്നുണ്ട്. ഭാരം ചുമക്കുക എന്ന് തന്നെയാ പറയാ, തലയിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിലും. പണ്ട് തിരുമേനി ട്രെയിനിൽ കയറിയത് അറിയാമല്ലോ. ഇതായിരുന്നു ഈ ഒരു ഫിലോസഫി മൂപ്പർക്ക് കൈമാറ്റം ചെയ്യണമെന്നുണ്ട്. അദ്ദേഹം ട്രെയിനിലേക്ക് കയറി. അപ്പൊ തലയിൽ പെട്ടിയുണ്ട്, മൂപ്പരുടെ പെട്ടി. ആ പെട്ടി അങ്ങനെ വെച്ചിട്ട് ട്രെയിനിൽ നിൽക്കുക. ഈ പെട്ടി താഴെ ഇറക്കുന്നില്ല ആള്. അപ്പൊ കണ്ടവർക്കൊക്കെ തോന്നിയ ഇതെന്താ ഈ മനുഷ്യന്, ഇത് വല്ല കാര്യമുണ്ടോ ഇയാൾക്ക് ഇതും തലയിൽ വെച്ച് ഇങ്ങനെ നിൽക്കേണ്ടത്? കഷ്ടപ്പെട്ടിട്ടാണ് നിൽപ്പ്. ട്രെയിനാണെങ്കിൽ ഇളകുമ്പോൾ ആടി ആടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞ് കളിക്കുന്നുണ്ട്. ആ പെട്ടി അവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മര്യാദയ്ക്ക് അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ, പിന്നെന്താ ഇദ്ദേഹത്തിന്? അപ്പൊ ഈ ചിലർക്കൊക്കെ തോന്നി ഈ പെട്ടിക്കകത്ത് എന്തോ കാര്യമായ എന്തോ ഉണ്ട്, അതായിരിക്കും, പേടിയായിരിക്കും താഴെ വെക്കാൻ. എന്തായാലും ഈ ഒരു പെട്ടി വെച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ കളി കണ്ടിട്ട് പലർക്കും സങ്കടം തോന്നി, ചിലർക്ക് ചിരി വന്നു, ചിലർക്ക് ഇത് സഹിക്ക വയ്യാതെ അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല തിരുമേനി, കണ്ടാൽ മൂപ്പരൊരു ഇങ്ങനെ അമ്പലത്തിലെ ഒരു ശാന്തിക്കാരൻ്റെ ഒക്കെ ഒരു പ്രകൃത, അതുകൊണ്ട് അവര് കാഴ്ചയിൽ നിന്ന് പേര് വിളിച്ചു, പേര് വിളിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംബോധന ചെയ്തു. അല്ല തിരുമേനി, ഈ പെട്ടി താഴെ വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നൂടെ സമാധാനമായിട്ട്? എന്തിനാ ഇതിങ്ങനെ ചുമക്കുന്നത്? ട്രെയിൻ ചുമന്നോളില്ലേ? അപ്പൊ തിരുമേനി തിരിച്ചു പറഞ്ഞു, അതെ, അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത് നിങ്ങളോട്. നിങ്ങളെയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് ഭാരം വെറുതെ അനാവശ്യമായിട്ട് തലയിൽ വെച്ചിട്ടാണല്ലോ നിങ്ങളുടെ ഇരിപ്പ്. എന്നെ കാണുന്നത് തന്നെ നിങ്ങൾ അങ്ങനെയാണ്. അപ്പൊ എന്തിനാ ഇതൊക്കെ ഒന്ന് ഇറക്കി വെച്ച് സ്വസ്ഥായിട്ട് ഇരുന്നൂടെ എന്ന്. ഈ നാരായണത്ത് ഭ്രാന്തനെ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ. നമുക്ക് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ, ദൃഷ്ടാന്തങ്ങളൊക്കെ ഈ തത്വചിന്തയുടെ കാര്യത്തിൽ സമ്പന്നമാണ് നമ്മുടെ നാട്. എല്ലാ നാടും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഈ ഭാരം പല വിധത്തിലുണ്ട്. ഭാരത്തിന് ഈ ഒരർത്ഥം മാത്രമല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓരോരുത്തരിലും അന്തർലീനമായിരിക്കുന്ന അധാർമികമായിട്ടുള്ളതൊക്കെ നമുക്ക് ഭാരമുണ്ടാക്കുന്നതാണ്. വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് അപരരോട് തോന്നുന്ന ഈർഷ്യ, മാത്സര്യം, മതം, വിദ്വേഷം, പരിഹാസം, അവജ്ഞ, ഇങ്ങനെ തുടങ്ങിയിട്ട് പാരുഷ്യം ഒരുപാടുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്തത് എന്ന് പറയാവുന്ന അതുണ്ട്. ഇത് നമുക്ക് ഓരോരുത്തർക്കും ഭാരമാണ്. നമ്മുടെ ഭാരം ചുറ്റുപാടിന് ഭാരമാണ്. അതാണ് ഭൂമിയുടെ ഭാരം. അസുരന്മാർ ഭൂമിക്ക് ഭാരമാണ് എന്ന് പറയുന്നത്, ഈ അസുരൻ എന്ന് പറഞ്ഞാൽ ഈ അസുരനെ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അസു പ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ ഇതി അസുരാഹ. അസുരനെ നിർവചിച്ചിരിക്കുന്നതാ. അതുകൊണ്ടാണ് രാവണൻ അസുരനാണ്. അപ്പൊ അസുരൻ എന്ന് പറഞ്ഞാല് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും മാത്രമാണ് സത്യം. ആ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വേണ്ടി തനിക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം, മറ്റുള്ളവരെ. അപ്പൊ ഈ ഇന്ദ്രിയ വിഷയങ്ങളെ
തൃപ്തിപ്പെടുത്താനുള്ളതിൻ്റെ ഒരു എക്സ്ട്രീമാണ് രാവണന്റെ ചെയ്തികൾ. നാട്ടിൽ എന്ത് നല്ലത് ആരുടെ കയ്യിലുണ്ടെങ്കിലും അതിനെ അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. മൂപ്പര് അതിൽ അടിച്ചു മാറ്റുന്നതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. ഡോക്ടർ രാവണനാണ്. അതിലാ PhD. വിമാനം അടിച്ചു മാറ്റി, സകല സ്ഥലങ്ങളിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റിയിട്ടൊക്കെയാ ലങ്ക ഉണ്ടാക്കിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീത എന്ന് പറയുന്ന ഒരു സുന്ദരിയെ കാണുന്നത്. അതിനെ അടിച്ചു മാറ്റുന്നു. അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളതൊരു നാടൻ പ്രയോഗം അത്രയേ ഉള്ളൂ. അന്യൻ്റേത് തൻ്റെ സ്വന്തമാക്കുക, അല്ലെങ്കിൽ തനിക്ക് അനുഭവിക്കാൻ വേണ്ടി അന്യരുടെ അനുഭവത്തിലേക്ക് കൈയിട്ട് വാരുക. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും എന്താ പറയുക, ഒരു എക്സ്ട്രീം എൻഡാണ് രാവണൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്കിപ്പം മറ്റു അടുത്ത വീട്ടിലെ അയൽവക്കാരൻ്റെ ഭാര്യയെ നമ്മുടെ ഭാര്യയാക്കണം എന്നുള്ള ആഗ്രഹമല്ല. അത് ഉണ്ടെങ്കിൽ തന്നെ അത് നടക്കാത്തത് കൊണ്ടാണ്. കാരണം സമൂഹം അത് അനുവദിക്കാത്തത് കൊണ്ടും. എന്നാലും നമ്മൾ ഓരോന്ന് കാണുന്നില്ലേ, പലതും കാണുന്നു, കേൾക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരാണ്. എത്രമാത്രം അപകടകാരികളായിട്ടുള്ളവർ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നു എന്നുള്ളത്. ഇവരെ അഡ്രസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവര് മറ്റുള്ളവരെ അഡ്രസ് ചെയ്യും പുറത്ത്. അത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമുക്കത് ഒരു തരത്തിലും അതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഭൂമിയുടെ ഭാരം, പൃഥ്വി ഭാരം. എന്താണ് പൃഥ്വിയുടെ ഭാരം? ഇത് തന്നെയാണ്. നമ്മുടെ ഭാരവും എന്താണ്? ഇതാണ്. അല്ലാതെ മറ്റൊരു ഭാരവും അല്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഊന്നൽ നൽകുന്നില്ല. അത് എന്നെ സംബന്ധിക്കുന്ന ഒരു വിഷയമല്ല. നിങ്ങൾ രാമായണം കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചോദിക്കേണ്ടുന്ന ചോദ്യം ഇതായിരിക്കണം. രാമായണം പറയുന്ന ആളോട് ചോദിക്കണം, അല്ലെങ്കിൽ സ്വയം ചോദിക്കണം. ഇനി ആ രാമായണം പറയുന്ന ആൾക്ക് അറിയില്ലെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കണ്ടേ ഇത് എന്താണ് ഭൂമിയുടെ ഭാരം? അപ്പൊ പറയും ഭൂമിയുടെ ഭാരം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട്, അതൊക്കെ ഭൂമിക്ക് ഭാരമാണ്, ഓവർലോഡാണെന്ന് പറയും. അങ്ങനെ ഭൂമിയുടെ ഭാരം കൂടുമ്പോൾ അങ്ങനെ ഭൂമിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഭൂമി ഹാൻഡിൽ ചെയ്യും. ഭൂമിക്ക് ഒന്ന് കുലുക്കിയാൽ മതി, ഇതൊക്കെ താഴെ വീഴും. ഭൂമിക്ക് ആ വിദ്യയൊക്കെ അറിയാം. ഭൂമി ഒന്ന് ഇളകിയാൽ മതി. അതിനാണ് ഭൂമി കുലുക്കെന്ന് പറയുക. അപ്പൊ പിന്നെ എല്ലാം താഴെ എത്തും. പക്ഷെ ഇവിടെ പറയുന്ന ഭൂമിയുടെ ഭാരം എന്താണ്? നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഭാരം. ആ ഭാരത്തെ നിവാരണം ചെയ്യുന്നതിന് പൃഥ്വി ഭാരവാരണായ, അതിനായിക്കൊണ്ട് സംപ്രാർത്ഥിത, സമ്യക്കാകും വണ്ണം പ്രാർത്ഥിക്കപ്പെട്ടിട്ടുള്ള, വളരെ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ആ സംപ്രാർത്ഥിത കേവലം ഒരു പ്രാർത്ഥനയല്ല, അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ്. ഇതാണ് നമുക്കും വേണ്ടത്. നമ്മുടെ ഉള്ളിൽ പലതും ഉണ്ട് എന്നുള്ളത് ഒരു സംശയവും വേണ്ട. ഇതിന്റെ കൂട്ടത്തിലുണ്ട്. ഈ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ ഉണ്ട്. അനാവശ്യങ്ങളായിട്ടുള്ളതാണ്. ഈ ശില്പത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ശില്പി ചെയ്യുന്നത് അത്രയല്ലേ? ഒരു ശിലയിൽ അനാവശ്യമായ ഭാഗങ്ങളെ ശില്പി അടർത്തി മാറ്റുന്നു. അങ്ങനെ അനാവശ്യമായിട്ടുള്ളതൊക്കെ മാറിക്കഴിയുമ്പം അതെന്താണ്? ഒരു മൂർത്തമായ ഭാവം പ്രകടമാകുന്നു. അതാണ് മൂർത്തി, അതാണ് വിഗ്രഹം. ശില്പി അതിലേക്ക് പുതുതായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല. വാസ്തവത്തിൽ ശില്പി ചെയ്യുന്നത് ആ ശിലയിൽ അനാവശ്യമായതിനെ തള്ളുക എന്നുള്ളതാണ്. ഈ പണ്ട്
ഈ വേദാന്തം പരിചയപ്പെടാൻ വേണ്ടി കഥ പറയാറുണ്ടല്ലോ. ഈ സർവേ കല്ലും ശിലയും ഒരിക്കലൊരു മലമുകളിൽ ഒരു ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയെന്നാണ്. അപ്പൊ പുതുതായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നവര് അധികാലത്ത് പോവാണ്, പൂജാദ്രവ്യങ്ങളൊക്കെ ആയിട്ട്. പുതുതായിട്ട് പണിത ക്ഷേത്രമാണ്. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല, ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അപ്പൊ അവര് പോകുമ്പോ താഴെ നിന്ന് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഈ പോകുന്ന ക്ഷേത്രം എന്ന് പറയുന്ന അതത്ര വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഇവരെ ആളുകൾ നോക്കി, ആരാണ് ഇത് പറയുന്നത്? നോക്കുമ്പോ അവിടെ ഒരു സർവേ കല്ലുണ്ട്. സർവേ കല്ലാണ് ഇത് പറയുന്നത്. ഈ സർവേ കല്ല് സംസാരിക്കുക ഈ ജനങ്ങളോട്. അപ്പൊ ജനങ്ങൾ അവിടെ നിന്നു, എന്താ ഇവൻ പറയുന്നത് നോക്കാൻ വേണ്ടി. അപ്പൊ ഇവൻ പറഞ്ഞു, നിങ്ങൾക്കറിയോ, നിങ്ങൾ പറയുന്ന ആ വിഗ്രഹം ഉണ്ടല്ലോ, ഞങ്ങള് ഒരമ്മയുടെ മക്കളാ. മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞവരാണ്. ഒരു ദുഷ്ടൻ വന്ന് ഞങ്ങളെ പൊട്ടിച്ചതാ. അപ്പൊ ഇവൻ പറഞ്ഞു, ഞങ്ങളൊരു വലിയ പാറയായിരുന്നു, അവിടെ ആരോ കുഴി കുഴിച്ച് മരുന്ന് അടിച്ച് ഇവനെ പൊട്ടിച്ചു. അങ്ങനെ പൊട്ടിച്ചപ്പോ വേറൊരാൾ വന്നിട്ട്, അങ്ങനെ ഞങ്ങൾ രണ്ടായി. ഞങ്ങളങ്ങനെ ചേർന്ന് കിടക്കുകയാണ് ദുഃഖിതരായിട്ട്. അപ്പൊ ഇവനെ ഒരാൾ വന്ന് വലിയ ചുറ്റിക കൊണ്ട് വന്ന് തട്ടി മുട്ടി നോക്കി ഇവനെ എടുത്തു മാറ്റി. എന്നെ അവിടെ ഇട്ടു. എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദേഹത്ത് വിട്ട് കളി വേണ്ടാന്ന്. കാരണം അവർ കുറെ അടിച്ചു നോക്കി, ഒന്നും നടന്നില്ല എന്ന് കണ്ടപ്പോൾ അവനെ അവിടെ ഇട്ടു, ഇവനെ എടുത്തു. അങ്ങനെ ഇവൻ ഇപ്പൊ എൻ്റെ അത്ര പോലും ഇല്ല, അവൻ്റെ രൂപമൊക്കെ മാറി. അപ്പൊ ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ അവന് കാര്യമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കൊടുക്കാൻ പോണത്? കാര്യമായി നിങ്ങൾ അവനെ കാണാൻ വേണ്ടി പോകണു എന്ന് പറയുന്നതിലെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ ഈശ്വരനാണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഈ സർവേ കല്ല് ഇവരോട് പറഞ്ഞു. സർവേ കല്ല് പറഞ്ഞതിൽ ലോജിക്ക് ഉണ്ട്. പക്ഷെ സർവേ കല്ല് അറിയേണ്ടുന്ന ഒരു തത്വമാണ് ആചാര്യൻ പറയുക. നമ്മുടെ ഉള്ളിലും ഉണ്ട്. അത് നമുക്ക് ഭാരമാണ്, ഭാരം കൂടുതലാണ്. അപ്പൊ ഈ ഭാരം കുറയ്ക്കലിന പരിപാടി എന്താണ്? ഈ ഒരു 50 കിലോ ഭാരമുള്ള ഈ കല്ലിനെ അനാവശ്യമായ കുറെ ഘടകങ്ങളെ കൊത്തി അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ ഭാരം കുറയും. പിന്നെ അതെന്താണ്? അത് പൂജാർഹമാണ്, പൂജിക്കാൻ യോഗ്യമായ ഒരു രൂപമായി മാറും. അത് മറ്റുള്ളവർക്ക് ആരാധിക്കാൻ യോഗ്യമായി തീരുന്നു. ഇങ്ങനെ ആരാധനയ്ക്ക് യോഗ്യമാകും വിധത്തിൽ, മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പാകമാകും വിധത്തിൽ നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ സാധിക്കും. ആ സാധിക്കുന്ന പ്രക്രിയയാണ് ഇവിടെ എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ എന്നിലെ അനാവശ്യ ഘടകങ്ങളെ കണ്ടെത്താൻ ഉള്ള എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന, എൻ്റെ അന്വേഷണമാണ്. അത് സത്യസന്ധമാണ്, അത് കലർപ്പില്ലാത്തതാണ്, എനിക്ക് എന്നോടുള്ളതാണ്. അത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ടതല്ല. അപ്പൊ അതിനെയാണ് ഇവിടെ പറയുന്നത്, സംപ്രാർത്ഥിത യഹ, യാതൊരു ചിന്മയ അവ്യയ ചിന്മയനായിട്ടുള്ള ജ്ഞാനസ്വരൂപനായിട്ടുള്ള അവ്യയൻ നാശരഹിതനായിട്ടുള്ള ആ സത്യത്തെക്കുറിച്ച് പറയുക, ഈശ്വരനെ കുറിച്ച് പറയുക. അതെന്തായി? മായാമനുഷ്യ. വളരെ അടിവരയിടേണ്ട ഒരു വരിയാണ് ഈ അധ്യാത്മ രാമായണത്തിൽ ആരംഭം. എഴുത്തച്ഛനും ഇത് പറഞ്ഞിട്ടുണ്ട്. എഴുത്തച്ഛൻ ഇത് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ മായാമാനുഷ്യൻ, അപ്പൊ ഈശ്വരൻ മനുഷ്യനായിട്ട് തീരുന്നു. വാത്മീകി മനുഷ്യനെ ഇതിനെ എന്താ പറയുക, ഇവിടെയും മനുഷ്യനെ ഈശ്വരനാക്കും. രണ്ടും
ഒരേ പ്രക്രിയയാണ്, പക്ഷെ രണ്ട് രീതിയിൽ ഇത് നമുക്ക് കാണിച്ചു തരും. അപ്പൊ ഇവിടെ മായാമാനുഷം. അപ്പം എന്താ ഈ മായ? മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നാണ്. അയഥാർത്ഥ്യമായത് മായ. അത് ഉണ്ട് എന്നോ ഇല്ല എന്നോ ഇത് രണ്ടും കൂടെ കൂടിയതാണെന്നോ പറയാൻ പറ്റാത്ത അനിർവചനീയമാണെന്ന് ങ്ങളിൽ ശങ്കര ഭഗവത്പാദർ മുതലായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ ഒക്കെ നിർവചിക്കുന്നുണ്ട്. അത് ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതാണ് അതിൻ്റെ മായയുടെ ലക്ഷണം. സന്നാപ്യ സന്നാപ്യുഭയാത്മികാനോ ഭിന്നാപ്യ ഭിന്നാപ്യുഭയാത്മികാനോ സാങ്കാപ്യ അനങ്കാപ്യുഭയാത്മികാനോ മഹാത്ഭുത അനിർവചനീയ രൂപ. ഇതാണ് മായയെ നിർവചിക്കുമ്പോൾ ഉണ്ട് എന്നോ ഇല്ല എന്നോ ഇത് രണ്ടും കൂടെ ചേർന്നതാണെന്നോ എന്നൊന്നും പറയാൻ പറ്റാത്ത അനിർവചനീയം എന്ന് പറയും. വളരെ ലളിതമായിട്ട് ശങ്കരാചാര്യർ മറ്റൊരിടത്ത് പറയുന്നത് അഘടിത ഘടന പടീയസി മായ എന്നാണ്. ചേരാത്തത് ചേർന്ന് നിൽക്കുക. എങ്ങനെ ചേർന്ന് നിൽക്കുക? വളരെ ഗംഭീരമായിട്ട് ചേർന്ന് നിൽക്കുക. ഇതാണ് മായ. നമുക്കൊന്നും അതായിരിക്കും ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ മായ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇല്യൂഷൻ എന്നും അതൊരു മാജിക് കാണിക്കുന്നത് പോലെയാണ് എന്നും ഒക്കെ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. അത് വലിയ അബദ്ധമാണ്. മായ നമ്മൾ അന്വേഷിക്കുന്നില്ല എങ്കിൽ മായ നിലനിൽക്കുന്നുണ്ട്. അന്വേഷിക്കാത്തിടത്തോളം കാലം വളരെ ശക്തമായി നിലകൊള്ളുകയും എന്നാൽ അന്വേഷിച്ചാൽ അതിൻ്റെ അസ്തിത്വം അത് അയഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. അതെന്താണ്? അത് ഈ പ്രപഞ്ചത്തിൻ്റെ നമുക്ക് മുന്നിലുള്ള ഓരോന്നിനെ നിങ്ങൾ എടുത്ത് അന്വേഷിച്ചോളൂ, ഇതെന്ത് എന്ന്. നാരായണ ഗുരുദേവൻ ഒന്നൊന്നായി എണ്ണി എണ്ണി എന്ന് പറയുന്ന അതുണ്ട്. നാരായണ ഗുരുദേവൻ മായയെ പറയും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. അപ്പൊ നമ്മുടെ മുന്നിൽ നമുക്ക് അന്വേഷിക്കാനുള്ളത് ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിൻ്റെയും നാമത്തിൻ്റെയും രൂപത്തിൻ്റെയും പിറകിലെ രഹസ്യമാണ്. വാസ്തവത്തിൽ ഈ നാമവും രൂപവും നിലനിൽക്കാത്തതാണ്. അത് അയഥാർത്ഥ്യമാണ്. എപ്പോഴും ധർമാചാര്യന്മാർ ഉദാഹരണം പറയുന്നത് സ്വർണവും, അത് ആ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന വിഷയത്തിലേക്ക് മുഴുവൻ അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ സ്വർണത്തിലെ മായ എന്താണ്? അതിൽ ആരോപിച്ചിട്ടുള്ള അതിൻ്റെ ഒരു രൂപമുണ്ട്. വളയ്ക്കൊരു ഷേപ്പുണ്ട്, അതിനൊരു പേരുമുണ്ട്. മോതിരം എന്നൊരു പേരുണ്ട്, അതിനൊരു രൂപമുണ്ട്. വാസ്തവത്തിൽ ഈ മോതിരം എന്ന് നാമവും മോതിരം എന്ന് പറയുന്ന രൂപവും സത്യമാണോ? അല്ല, അത് അയഥാർത്ഥ്യമാണ്. പിന്നെ അതിലെ യാഥാർത്ഥ്യം എന്താണ്? സ്വർണമാണ്. അപ്പൊ സ്വർണത്തെ കാണുന്ന സമയത്ത് വേദാന്തത്തിൽ കനകൈക മഹാബുദ്ധി എന്ന് തന്നെ പറയും. എന്തില്ല? ആഭരണങ്ങളില്ല. അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണമുണ്ട്. അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയുന്നത്. അപ്പൊ മായ എന്ന് പറയുന്നത് ജഗത്ത് മായയാണ്. അപ്പൊ ജഗത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത്. ഇത് നാമങ്ങൾക്കും രൂപങ്ങൾക്കും ചേരുന്നതാണിത്. ജഗത്ത് എന്നുള്ള ശബ്ദത്തിന്റെ സാരം തന്നെ അങ്ങനെയാണ്. 3 അക്ഷരങ്ങൾ, ആ 3
മൂന്നിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ജ ജായതേ, ഗ ഗച്ഛതി, ത തിഷ്ഠതി. ഇതാണ് ഉണ്ടായി ഇല്ലാതെയാകുന്നു, അതിൻ്റെ ഇടയിൽ നിലനിൽപ്പ്. ഇതിനെയാണ് മൂന്ന് ഈശ്വരന്മാരെന്ന് പറയുന്ന ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ മായാമാനുഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു കാലത്ത് ഒരു ദേശത്ത് ജീവിച്ച ആളാണോ? അല്ല, നമ്മളൊക്കെ മായാമാനുഷന്മാരാണ്. സ്വർണത്തിൽ ആരോപിച്ച വള, മാല, കമ്മൽ എന്നതുപോലെ ഈശ്വരനിൽ ആരോപിക്കപ്പെട്ടതാണ് മനുഷ്യൻ എന്നതും. വാസ്തവത്തിൽ നമ്മൾ അതാണ്. അപ്പൊ അതിനോട് പൊരുത്തപ്പെടാതെ അതിൻ്റെ സർവഗുണങ്ങളെയും പ്രകടമാക്കാൻ തടസ്സമായിട്ട് വരുന്നതോ നമുക്ക് ഈ പറഞ്ഞ ഏടാകൂടങ്ങളൊക്കെയാണ്. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ പറയുന്നു, മായാമാനുഷനായിട്ട് പൃഥ്വി തലേ, ഭൂമിയിൽ, രവികുലേ, സൂര്യവംശത്തിൽ, മുഴുവൻ ജീവന്റെയും ഉറവിടം സൂര്യനാണെന്നാണ് ഭാരതീയ തത്വചിന്ത. അതിൽ ലോജിക്കുണ്ട്. കാരണം സസ്യലോകത്തോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ അന്നജം രൂപപ്പെടുന്നത്. സൂര്യന്റെ കിരണങ്ങളാലാണ് അതൊക്കെ നടക്കുന്നത്. സൂര്യൻ ഊർജ സ്രോതസ്സാണ്, അതുകൊണ്ട് സൂര്യൻ എന്നുള്ള പേര് വരുന്നത്. രണ്ട് വംശങ്ങളാണ്, ഒന്ന് സൂര്യവംശവും മറ്റൊന്ന് ചന്ദ്രവംശവും. വളരെ അതിമനോഹരമായിട്ടാണ് ഈ കഥ ചമയ്ക്കുന്നത്. അപ്പൊ സൂര്യവംശത്തിന്റെ ആളായിട്ട് ശ്രീരാമൻ വരും. മഹാഭാരതം പറയുമ്പോഴും ഈ സൂര്യവംശ രാജാക്കന്മാരുടെയും ചന്ദ്രവംശ രാജാക്കന്മാരുടെയാണ്. രസമാണ് അത്, നമുക്കങ്ങനെ അതിലേക്ക് പോവാം. ഇപ്പോ ഇതും കൂടെ പറഞ്ഞിട്ട് ഇത് നിർത്തിയിട്ട് പിന്നെ നമ്മൾ അരമണിക്കൂർ ചോദ്യോത്തരത്തിന് സമയം അനുവദിക്കുന്നുണ്ട്. അപ്പൊ രവികുലത്തിൽ, സൂര്യവംശത്തിൽ സംജാത, അവതരിച്ചു. നമ്മുടെയൊക്കെ പിതാവ് എന്ന് പറയുന്നത്, പൂർവ പിതാമഹൻ എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യന് ജാതിയും മതമൊന്നുമില്ല. എന്നിട്ട് എന്താ ചെയ്തത്? ഈ രാക്ഷസന്മാരെ, നിശ്ചക്രം ഹതരാക്ഷസ, ഇവരെ എല്ലാവരെയും ഉന്മൂലനം ചെയ്യുന്നതിന്, ഹനിക്കുന്നതിനായിട്ട് പുനഃ ജഗതാം, വീണ്ടും വീണ്ടും ഈ ലോകത്തെ പാപഹരാം, പാപത്തെ നശിപ്പിക്കുന്നതിന് തുടർന്നായ കീർത്തിയെ പ്രചരിപ്പിച്ചുകൊണ്ട്, കീർത്തിം വിധായ ആദ്യം ബ്രഹ്മതത്വം അഗാത്, ആദ്യം തന്നെ ബ്രഹ്മതത്വത്തെ, ബ്രഹ്മഭാവത്തെ പ്രാപിച്ചു. വീണ്ടും ആ ബ്രഹ്മഭാവത്തെ തന്നെ പ്രാപിക്കുന്നു. ഈ ബ്രഹ്മഭാവത്തെ പ്രാപിക്കുക എന്നുള്ളതാണ് സമാധി എന്ന് പറയുന്നത്. അത് പിന്നെ മരിച്ചു പോയിട്ടുള്ള, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്താണെന്നറിയോ? കുറെ ഈ രാമായണ കഥയൊക്കെ കൊല വിളിക്കുന്ന മനസ്സിലാക്കൽ എന്താന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ കുറെ ദുഷ്ടന്മാരിങ്ങനെ ജനിച്ചു. അങ്ങനെ ദുഷ്ടന്മാർ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇവന്മാരെയൊക്കെ തച്ച് കൊല്ലണം. അങ്ങനെ തല്ലിക്കൊല്ലാൻ ആർക്കും പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഒരാൾ ഇങ്ങോട്ട് ജനിച്ചു വന്നിട്ട് ഇവന്മാരെയൊക്കെ തല്ലിക്കൊന്ന് മൂപ്പര് ബ്രഹ്മായി മാറി. ഈ പോലീസ് വന്ന് ലാത്തി വീശി അതോടുകൂടി എല്ലാവരും ഓടി എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ഈ രാമായണത്തെ മനസ്സിലാക്കുന്നത്. ഇതൊരു കഷ്ടാണത്. അപ്പൊ അങ്ങനെ ബ്രഹ്മഭാവത്തെ പ്രാപിച്ചു എന്ന് പറയുന്നത് ഒരു ദേശത്തെ, ഒരു കാലത്തെ ഒരാളുടെ കാര്യമല്ല. നാം നമ്മുടെ സ്വരൂപത്തെ, നമ്മളെങ്ങനെയാണോ നിദ്രയിൽ ദിവസവും രാത്രി ഗാഠസുഷുപ്തിയിലേക്ക്
നമ്മൾ തന്നെ നമ്മുടെ പരമകാരണത്തിലേക്ക് ലയിക്കുന്നത് ദിവസവും നടക്കുന്ന ഒരു ഏർപ്പാടാണ് ഇത്. അവിടെ നമുക്ക് നമ്മുടെ ശരീരവുമായി ബന്ധമില്ല, നമ്മൾ എവിടെ കിടന്നുറങ്ങുന്നു എന്നുള്ള സ്ഥലവുമായി ബന്ധമില്ല, കാലബോധം നമുക്കില്ല, സമയത്തെക്കുറിച്ചുള്ള ബോധമില്ല. അത് ഗാഢസുഷുപ്തി എന്നത് നമ്മുടെ പൂർണ്ണമായ അറിവോട് കൂടിയിട്ടല്ല. അറിവോട് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അറിയുന്നില്ല, പിന്നീട് ഉണർന്നു കഴിഞ്ഞിട്ട് അറിയുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ ആ സുഷുപ്തിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ശാന്തിയുണ്ട്. ആ ശാന്തി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സഹജമായിട്ട് നമുക്ക് കൈവരിക്കുക. അത് സാധ്യമാണോ എന്നാണ്, തീർച്ചയായിട്ടും സാധ്യമാണ് എന്നാണ് ഈ വേദാന്ത ശാസ്ത്രം നമുക്ക് ഓഫർ ചെയ്യുന്നത്. അത് മാത്രമാണ്. അത് നമുക്ക് കിട്ടുന്നത് അല്പമാത്രമായി പലയിടത്തുനിന്നും കിട്ടുന്നുണ്ട്. അപ്പോ ഇവിടെ പറഞ്ഞ ആ ബ്രഹ്മഭാവത്തെ, ബ്രഹ്മത്വം അഗാധ് എന്ന് പറയുന്നത്, അതിനെ പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് ആരംഭത്തിലെ ശ്ലോകം. ഇത് തന്നെ നമ്മുടെ രാമായണ ചിന്തയെ കീഴ്മേൽ മറിക്കുന്നതാണ്. ഈ വഴിയിലാണ് നമ്മൾ ഇതിൻ്റെ തത്വചിന്തയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞ സമയം കൃത്യമായിട്ടുണ്ട്. കൃത്യം 8 മണി വരെ നിങ്ങളുടെ ചോദ്യങ്ങൾ വളരെ സംക്ഷിപ്തമാക്കി ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പേർക്ക് അവസരം കിട്ടും. അതിനൂടെ സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഇന്നത്തെ രാമായണ പ്രഭാഷണം ഉപസംഹരിക്കുന്നു. ഇനി ചോദ്യോത്തരത്തിൻ്റെ സമയം. ആദ്യം രാമൻ തന്നെയാണല്ലോ വന്നത്. സംസാരിച്ചോളൂ. പറയാം. ലക്ഷ്മി, അടുത്ത ആളെ വിളിക്കൂ. ശ്രീജു ആണ്. ശ്രീജു കേൾക്കാമോ? ഓ, കേൾക്കുന്നുണ്ട്. സ്വാമി, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ രാമൻ, രാവണൻ ഇവരെ കുറിച്ചുള്ളൊരു നിർവചനം സ്വാമി പറഞ്ഞു. രാമായണത്തിലെ മറ്റ് കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ, ഭരതൻ, ശത്രുഘ്നൻ, അതുപോലെ ഊർമിള, ഇവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അവരുടെ ഒരു അത് ഇതിന്റെ തുടർച്ചയായിട്ട് വരുമല്ലേ? ഓക്കെ. അടുത്ത ആളിലേക്ക് പോട്ടെ. ശ്രീജു, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കഴിഞ്ഞു. ശ്രീജുവിന്റെ ചോദ്യം കഴിഞ്ഞു. അപ്പൊ റാം എന്തോ പറയാൻ വരുന്നുണ്ട്. റാം സംസാരിച്ചാലോ? ഓ, സംസാരിച്ചോളൂ. നമസ്കാരം സ്വാമിജി. സ്വാമിജി ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഭൂമിയുടെ ഭാരം അതിൻ്റെ ഒരു ഭൗതിക ഭാരമല്ല എന്നുള്ള രൂപത്തിൽ സംസാരിച്ചു. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഭാരവും മനുഷ്യൻ്റെ വികാരങ്ങളാണ്, അവനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരങ്ങളാണ് എന്നുള്ള ഒരു ഇതിലാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ സ്വാമിജി, ഇപ്പോൾ അസൂയ അല്ലെങ്കിൽ ഇപ്പോൾ ദേഷ്യം, വിദ്വേഷം, ഇങ്ങനെ ഈ വികാരങ്ങളൊക്കെ ഒരു കുറഞ്ഞ അളവിൽ നിലനിന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മനുഷ്യരിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ, പിന്നെ ഈ കർമ്മയോഗം നടത്തുന്ന മനുഷ്യന്, സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ ആയിപ്പോവും? ഒരു ചെറിയൊരു മാത്സര്യബുദ്ധിയും ചെറിയൊരു അസൂയയും ഒക്കെ ഉള്ളതല്ലേ മനുഷ്യൻ്റെ ഈ കർമ്മകാണ്ഡം പൂർത്തീകരിക്കാനുള്ള അവൻ്റെ യാത്രയിൽ ഉപകാരമാവുക? ഒരു മത്സരത്തിൻ്റെ ഒരു ഭാവം വേണ്ടേ? ഒരു ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ഒരാൾക്ക് ഒരു അസൂയയില്ല, എൻ്റെ അടുത്ത് നിന്ന് ഒരു 11 തട്ടിയെടുത്ത് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അയാൾ ആ കളിയിൽ ഒരു പരാജയനാവൂലേ? അപ്പോൾ ഇത്
കുറഞ്ഞ അളവിൽ സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യരിൽ വേണ്ടേ? അതാണ് എൻ്റെ സംശയം. തീർച്ചയായിട്ടും വളരെ കാലിക പ്രസക്തിയുള്ള ചോദ്യമാണ്. അങ്ങ് പറഞ്ഞ ഉദാഹരണം തന്നെ അതിൽ ഉത്തരവുണ്ട്. ഗ്രൗണ്ടിൽ അതാവാം. ഗ്രൗണ്ടിൽ നിന്ന് കളി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം തോളിൽ കൈ കൊടുത്ത് പരസ്പരം ഹഗ് ചെയ്തിട്ടാണ് അവർ പുറത്തേക്ക് കളിക്കളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്നതുപോലെ അത് നമ്മളെ വല്ലാതെ മതിക്കരുത്. അത് അന്യന് വല്ലാതെ ഉപദ്രവം ഉണ്ടാക്കുന്ന വിധത്തിലാവരുത്. ഈ ഗുണങ്ങളൊക്കെ തന്നെ ഇതൊക്കെ കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ അതിനെയൊക്കെ തിരിച്ചറിയുക, ഇതിനെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നതിലെ പ്രയോഗത്തില് ഇതിൻ്റെയൊക്കെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇതിനെയൊക്കെ എന്താ പറയുക, കീഴ്പ്പെടുത്തുക. പിന്നെ ഇതൊക്കെ ഭൃത്യന്മാരാണ് ഇവരൊരിക്കലും നമ്മുടെ സിംഹാസനത്ത് കയറി ഇരിക്കരുത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് രാജ്യം നഷ്ടപ്പെടുന്നത്. ഈ രാജ്യം നഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാവണം. നമ്മുടെ യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ പരാജയപ്പെട്ട് പിന്നെ നമ്മുടെ അജ്ഞാനുവർത്തികളായിട്ടിരിക്കണം. ഇവരൊക്കെ അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ചെറിയ രീതിയിലൊക്കെ ഇവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും, അതും നല്ലതാണ്. രാംജി ചോദിച്ചു കഴിഞ്ഞോ? ചോദിച്ചു. അടുത്ത ആൾക്ക് കൊടുക്കാം സാർ. ഓക്കെ, ദാമോദർ ജി. നമസ്കാരം സ്വാമിജി. പറയാം. ഞാൻ ഗീതാവ്യാഖ്യാനം പോലെ ഈ രാമായണ വ്യാഖ്യാനം ഈ രീതിയിൽ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അതൊക്കെ വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് കൂടുതലൊന്നും ചോദിക്കാറുന്നില്ല, അത് കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണ്. വളരെ നന്നായിരിക്കുന്നുണ്ട്, വളരെ നന്നായി. സ്വാമിക്ക് വളരെ വളരെ നന്ദി ഇങ്ങനെ രീതി പറഞ്ഞു തരുന്നതിന്. സന്തോഷം ദാമോദർജി. ബിനോയ്. സ്വാമിജി നമസ്കാരം. നമസ്കാരം. സംസ്കൃതത്തിൽ പറയുമ്പോൾ രാവൺ എന്നാണോ പറയുക, രാവണ എന്നാണോ പറയുക? പിന്നെ ഈ നാമത്തിന്റെ അർത്ഥം കൂടെ സ്വാമിജി പറഞ്ഞു. രാവണ എന്നാണ്, അകാരാന്തം പുല്ലിംഗം. മലയാളത്തിൽ പ്രത്യേക അർത്ഥമുണ്ട്. അല്ല, മലയാളത്തിൽ നമ്മൾ പറയുമ്പം കൃഷ്ണൻ, രാമൻ ഇൻ ചേർക്കുന്നത് മലയാളത്തിലാണ്. രാമ, കൃഷ്ണ എന്നാണ്. അകാരാന്തം പുല്ലിംഗം, പ്രഥമ ഏകവചനം. ഓക്കെ, അതിനെന്തേ പ്രത്യേക അർത്ഥമുണ്ടോ? രാവണ എന്നുള്ള വാക്കിന് നമ്മൾ തത്വചിന്ത ചെയ്യുന്നുണ്ട്. ദശകണ്ഠൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തത്വചിന്ത വരുന്നുണ്ട്. ഓക്കെ, നന്ദി സ്വാമിജി. സ്വാമിജി ഇനി ആരും ഇല്ല സ്വാമിജി. ചോദ്യങ്ങൾ ആർക്കും ഇല്ല. അപ്പോ വളരെ നന്നായി. ചോദ്യങ്ങൾ ഇല്ലാതിരിക്കും. സ്വാമിജി രണ്ടാളും കൂടെ വന്നിട്ടുണ്ട്. ശരി. അതുകൂടെ ആവാം. അനിൽ. സ്വാമിജി നമസ്കാരം. അനിൽ ബാബു. ഇതിപ്പോ നമ്മള് അധ്യാത്മരാമായണം അല്ലേ ഇപ്പൊ നമ്മള് വിസ്തരിക്കുന്നത്? വാൽമീകി രാമായണത്തില് ആണോ? അല്ലെങ്കിൽ അതെനിക്കൊരു സംശയം പെട്ടെന്ന് വന്നു, രണ്ടും കൂടി മിക്സ് ആയി പോയി. അധ്യാത്മരാമായണം ശിവൻ പാർവതി സംസാരം അതിലൂടെയല്ലേ, തത്വചിന്തയിലൂടെയല്ലേ നാം പോകുന്നത്? അതെ, ഇപ്പൊ അത് നമ്മൾ പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നുണ്ട്. എവിടെയാണ് നമ്മൾ അധ്യാത്മരാമായണം ഉദ്ധരിക്കുന്നത്? അധ്യാത്മരാമായണം എന്ന് കേൾക്കുമ്പോൾ ഉറപ്പിച്ചോളണം വ്യാസരുടേത് എന്ന്. മറ്റത് വാത്മീകി രാമായണം എന്ന് തന്നെ പറയും. ഇപ്പൊ പറഞ്ഞ ശ്ലോകം അധ്യാത്മരാമായണത്തിലെ ആദ്യത്തെ മഹാത്മ്യം കഴിഞ്ഞിട്ട് രാമായണം ആരംഭിക്കുന്നതാണ് പറഞ്ഞത്. സീത പാർവതി ശിവനോട് ചോദിക്കുന്നതാണ്. അപ്പൊ ഇത് സാധാരണഗതിയിൽ നമ്മള് ഈ രാമായണ മാസത്തില് ഈ വായിക്കുന്നത് ഏത് വേണമെങ്കിലും വായിക്കാം അല്ലേ? ആധ്യാത്മരാമായണമോ വാൽമീകി രാമായണമോ ഏത് വേണമെങ്കിലും വായിക്കാം. ഏതും വായിക്കാം. അങ്ങനെ രാമായണം ഇങ്ങനെ ഒരു മാസത്തിൽ വായിക്കണം എന്നൊന്നുമല്ല. രാമായണം പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാതെ ഇത് കൊല്ലം മുഴുവൻ ഇങ്ങനെ വായിക്കുക, എല്ലാ കൊല്ലവും ഈ മാസം വായിക്കുകയും അത് എന്താണെന്ന് പോലും മനസ്സിലാവാതെ അതൊരു വെറും ഒരു എന്താ പറയാ, ഒരു പാരായണ മത്സരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചടങ്ങ് എന്നുള്ളതേ ഉള്ളൂ. വ്യാസർ ഇതിപ്പോ ഇതിലെല്ലാ കാര്യങ്ങളും പ്രതിപാദിക്കുന്നില്ലെന്ന് സ്വാമിജി പറഞ്ഞിരുന്നു.
ഒരു വാൽമീകി രാമായണത്തിലെ പോലെ ഇപ്പൊ യോഗവാസ്യം പോലെയൊക്കെ ഇത് പറയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിലെ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചത്. എല്ലാം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ സംഗ്രഹിച്ച് പറയുകയാണ്. അത് നമ്മൾ പ്രത്യേകം പറഞ്ഞല്ലോ. പ്രകൃതിയെ ഗൈഡുകൾ വർണ്ണിക്കുന്നുണ്ട്, അനേക വർണ്ണനകളുണ്ട്. ആ വർണ്ണനകളൊന്നും വ്യാസർ കൂടുതൽ ഇവിടെ എടുത്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹരികൃഷ്ണ, ഹരികൃഷ്ണ കേൾക്കുന്നുണ്ടോ? ഹരികൃഷ്ണ, അല്ലെങ്കിൽ വിഷ്ണുവിന് വിഷ്ണു ഉണ്ട്. വിഷ്ണു ചോദിച്ചോളൂ. സ്വാമിജി, ദശരഥൻ രാവണൻ 10 എന്ന അക്കം കൊണ്ടാണ് ഒരു തമ്മിൽ സിമിലാരിറ്റി. അതിൽ രാവണനെ എങ്ങനെയാണ് ഈ 10 എന്നുള്ള ഒരു അക്കം കൊണ്ട് നമുക്ക് ലോജിക്കലായിട്ട് നമുക്ക് നിർവചിക്കാൻ പറ്റുക? ദശരഥൻ എന്ന് പറയുന്നത് 10 നമുക്ക് 5 സെൻസറി ഓർഗൻ, 5 മോട്ടോർ ഓർഗൻ, നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിട്ട് കണക്കാക്കാം. രാവണൻ എങ്ങനെയാണ്? ദശരഥൻ എന്ന് പറയുമ്പോൾ 10 ദിക്കിലേക്കും രഥം ഓടിക്കാൻ കഴിവുള്ളവൻ എന്നുള്ള നിലയിലാണ് അത് വന്നിരിക്കുന്നത്. നമ്മൾ ആ തത്വചിന്ത വരാൻ പോവുകയാണ്, നമ്മളത് പ്രത്യേകം എടുത്തു പറയും. മറ്റത് ദശകണ്ഠൻ, 10 തലകളുള്ളവൻ. 10 തല എന്ന് പറഞ്ഞാൽ 10നെയും പുറത്തേക്ക് വെച്ചിട്ടുള്ള ആളാണ്. മറ്റത് നിയന്ത്രണമുള്ള ആളാണ്. 5 കർമ്മേന്ദ്രിയങ്ങളിലും 5 ജ്ഞാനേന്ദ്രിയങ്ങളിലും നിയന്ത്രണമുള്ള ആളാണ് ദശരഥൻ. ഇവിടെ നിയന്ത്രണമില്ലാത്ത ആള്. അതാണ് ദശകണ്ഠനും ദശരഥനും തമ്മിലുള്ള വ്യത്യാസം. നമ്മളത് വിസ്തരിക്കുന്നുണ്ട്, ഇനി മുന്നിലേക്ക് വരുമ്പോ ആ ഭാഗങ്ങളൊക്കെ വരും. ഹരികൃഷ്ണൻ എന്തോ പറയാൻ വന്നു, കേൾക്കുന്നുണ്ടോ ഹരികൃഷ്ണ? ഹരീഷ്ണന്റെ നെറ്റ്വർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്നൊന്ന് പുറത്തു പോയി വന്ന്, അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് ഒന്ന് ക്ലിയർ ആവുന്ന മൈക്രോഫോൺ വെച്ചതോ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഒന്ന് ക്ലിയർ ചെയ്താൽ നിങ്ങളുടെ ചോദ്യം കേൾക്കാൻ പറ്റും. അതൊന്ന് ക്ലിയർ ചെയ്ത് വരൂ. അപ്പോഴേക്കും ശരണിലേക്ക് പോവാം. ശരൺ പറയൂ. നമസ്തേ സ്വാമിജി. നമസ്കാരം. ഞാനിത് കുറച്ച് നേരമായിട്ട് വന്നിട്ട്, അതുകൊണ്ട് ഇതിന് മുമ്പ് സംസാരിച്ചാണെന്ന് അറിയില്ല. ജാബാലിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? എങ്ങനെ? ജാബാലിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ജാബാലി ശ്രീരാമ സംവാദം ആയിട്ട് ബന്ധപ്പെട്ട? ഇല്ല, നമ്മളിവിടെ രാമായണം തുടങ്ങുകയാണ്, അതിന്റെ ഒരു ആമുഖം ചമച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഇതിന്റെ ഇടയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് മര്യാദയ്ക്ക് കേൾക്കാത്തത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ തന്നെ ഉണ്ടാവുന്നത്. രാമായണത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ സമീപനത്തിലൂടെ അല്ല നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ രാമായണം എങ്ങനെ സമീപിക്കണം എന്ന് രാമായണം എഴുതിയിട്ടുള്ള ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നൊക്കെ വിട്ടിട്ട് നമ്മൾ ഈ മാർക്കറ്റിൽ ചാക്കരി പരിശോധിക്കുന്നത് പോലെ അതിന് ഇടയിൽ നിന്ന് 2 മണി എടുത്ത് നോക്കുന്ന രീതി നമുക്കിതിൽ ശരിയാവില്ല. സംശയം ചോദിക്കാവോ സ്വാമിജി? അതോ സംശയം ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ചോദിക്കാം. ഇതുവരെ പറഞ്ഞ ക്ലാസ്സിൽ എന്താണോ വ്യക്തത ആവശ്യമായിട്ടുള്ളത് ആ സംശയം ചോദിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അയോധ്യാകാന്ഡത്തിൽ വരുന്നതാണ്. അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ ഇപ്പൊ ചോദിക്കേണ്ട കാര്യമില്ല. ആയിക്കോട്ടെ, ശരി. സ്വാമിജി, ഇനി ആരും ഇല്ല തോന്നുന്നു. ഹരികൃഷ്ണന്റെ കാര്യം ക്ലിയർ ആയോ? ഹരികൃഷ്ണ അല്ല, വിഷ്ണു ആരായിരുന്നു ക്ലിയർ ആവാൻ? ഹരികൃഷ്ണനായിരുന്നു. ഹരികൃഷ്ണൻ കേൾക്കുന്നുണ്ടോ? ഇല്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അതെ, എല്ലാവർക്കും ഹരികൃഷ്ണൻ കേൾക്കുന്നുണ്ടോ? ഹരികൃഷ്ണൻ സ്വാമിജി കേൾക്കാമോ? എനിക്ക് കേൾക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. കേൾക്കാം. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഹരികൃഷ്ണൻ പറയുന്നത് കേൾക്കുന്നില്ല. ഹരികൃഷ്ണൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഹരികൃഷ്ണൻ
അപ്പൊ ഹരികൃഷ്ണന്റെ എന്താ ഇത് നെറ്റ്വർക്കിന്റെ ഇതായിരിക്കണം. നമുക്ക് ഹരികൃഷ്ണനെ നാളെ ഒന്ന് ലക്ഷ്മി ശ്രദ്ധിച്ചാൽ മതി. ഹരികൃഷ്ണനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നോക്കിയാൽ മതി. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ആരാ വിഷ്ണു ആരാണ് ഒരാള് വന്നത്? വിഷ്ണുവാണ്. വിഷ്ണുജിയാണ്. ആരാ വിഷ്ണു? കാണാനില്ലല്ലോ അങ്ങോട്ടേക്ക്. വന്നു വിഷ്ണുജി. കൃഷ്ണനുണ്ട്, വിഷ്ണു ഉണ്ട്, ശിവനുണ്ട്. വിഷ്ണു എന്താ പറയൂ. ഞാൻ ഏതായാലും ഒരു ചോദ്യം ചോദിച്ചാൽ വിചാരിച്ചത്. ആ രാമായണം എന്ന വാക്ക് രാമന്റെ അയനം അങ്ങനെ പലതും പറയുന്നുണ്ട്. അതൊന്ന് വിശദീകരിക്കുക. നല്ല വിശദീകരിച്ചത്. ആദ്യം പറഞ്ഞത് രാമനിലേക്കുള്ള സഞ്ചാരം എന്ന് പറയുന്നത് അവനവനിലേക്കുള്ള സഞ്ചാരമാണ് എന്ന്. അപ്പൊ കേട്ടില്ലായിരുന്നോ പറഞ്ഞതൊന്നും? കേട്ടു. അതത്ര ഒരു ഞാൻ രണ്ടു ബുക്ക് നോക്കി. അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും നോക്കുന്നുണ്ട്. അല്ല, ഈ നമ്മൾ പറയുമ്പോ വേറെ ഒരു ബുക്ക് നോക്കിയിരുന്നാ ശരിയാവില്ല. നിങ്ങൾ പറയുമ്പോ അല്ല, അതിനുശേഷം അല്ല, ഈ പറയുന്നത് ബുക്ക് നോക്കിയാൽ കിട്ടുമായിരുന്നുവെങ്കിൽ നമ്മളിങ്ങനെ പറയണ്ടല്ലോ. അതിനുശേഷം അതെ നോക്കി. അതെ, അത് രാവിലെ കേട്ടു. ശേഷം നോക്കിക്കോളൂ. നമ്മൾ റെഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരും, ഏത് നോക്കണം, ഏതൊക്കെയാണ്, എന്താണ് ഇവിടെ പറയുന്നതിന്റെ. ബാഹ്യമായ ഭൗതിക വീക്ഷണം പിന്നെ അങ്ങനെ. മനസ്സിലായില്ല. ഒരു കോള് വന്നു അതിന്റെ അടിയിൽ കട്ടായി. അപ്പൊ അതാ പ്രശ്നം. എല്ലാം കൂടി നടക്കൂല. ഇല്ല, അത് പോയി, അയാള് കട്ടാക്കി. പരമശിവൻ പാർവതിയോട് പറയുമ്പം പാർവതിക്ക് ഇടയ്ക്ക് കോളൊന്നും വരില്ല. പാർവതിക്ക് അതും കൂർപ്പിച്ചിരിക്കുക. അപ്പോ അപ്പൊ ഇടയ്ക്ക് നമുക്ക് കോളൊക്കെ വരും. ഇപ്പൊ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഇതിന്റെ ഒക്കെ കൂടെ ഒഴിവാക്കുമ്പോ ഈ സൗണ്ട് രണ്ടും കുറയുന്നു. കുഴപ്പമില്ല. അപ്പോ നാളെ നമുക്ക് കാണാം. ഓക്കെ, ശരി. നമസ്കാരം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി. നമസ്കാരം സ്വാമിജി. അതെ, നമസ്കാരം, ശുഭരാത്രി. ഹരി ഓം. ഹരി ഓം. നമസ്കാരം.